ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി നോക്കാം. ഈ മീൻകറി ഞാൻ ഉണ്ടാക്കുന്നത് മത്തി വെച്ചിട്ടാണ്. മത്തിക്ക് പകരമായിട്ട് നമുക്ക് അയില ഉപയോഗിക്കാം. അതുപോലെ ചെറിയ സൈസിലുള്ള ഏത് മീനും എടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മീൻകറിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ പൊറോട്ടയുടെയും കപ്പടയും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഈ മീൻകറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ജാറിലേക്ക് ഒരു സവാള കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ സവാളയല്ല കേട്ടോ, ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഏകദേശം 1 ഇഞ്ച് വലുപ്പം വരുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പും കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 4-5 വെളുത്തുള്ളി കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് വീഡിയോ എടുക്കുന്ന സമയത്ത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളിത് അരച്ചെടുക്കുന്ന സമയത്ത് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2-3 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ മൺചട്ടിയിലാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് അടിപിടിച്ച് പോകാനും ചാൻസ് ഉണ്ട്. ഇതിന് നല്ല പച്ച സ്മെല്ലുണ്ടാവും, അത് പോണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മീൻകറിക്ക് ഈ ഒരു അരപ്പിൻ്റെ പച്ചമണം മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഒരു 5 മിനിറ്റിലും കൂടുതൽ നേരം ഇത് വഴറ്റിയെടുക്കേണ്ടി വരും. അപ്പോഴാണ് ഇതിൻ്റെ പച്ചക്കുത്ത് നന്നായിട്ട് മാറിക്കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിൻ്റെ മേലെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങും. അതുവരെ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് വഴന്നു വന്നിട്ട് മേലെ സൈഡിലൊക്കെ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മീൻകറിയിൽ ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന വാളംപുളിയാണ്. അപ്പോൾ ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഈ വാളംപുളിക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടംപുളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ പുളി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പുളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ മത്തിയാണ്. മത്തിക്ക് പകരം നമുക്ക് അയില എടുക്കാം. അതുപോലെ നമുക്ക് ചെറിയ സൈസിലുള്ള മീനുകളും ഈ മീൻകറിക്കായിട്ട് എടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഈ മീൻകറിയിലെ ചാറൊക്കെ നന്നായി കുറുകിയിട്ട് മേലെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൽ കയ്യിൽ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ മീനൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ മീൻ നന്നായിട്ട് വെന്തിട്ട് ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്, മേലെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അത് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മീൻകറി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അതിൽ കൂടുതലായിട്ട് നമുക്കത് പൊറോട്ടയുടെയും കപ്പടയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്